മുള്ളുകൊണ്ട നീ കൊച്ചു തന്നെ പറഞ്ഞതല്ലായിരുന്നോടി? ഈ കൊച്ചു കുഞ്ഞിന് എന്തറിയാം? അമ്മയുടെ കൺമുമ്പിൽ കൂടി അല്ലായിരുന്നു ഇവൾ ഓടിപ്പോയത്. അമ്മയ്ക്ക് നോക്കായിരുന്നില്ലേ? എന്റെ മോന്റെ ചോരെ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ നോക്കിയേനെ. ഇത് പിന്നെ അന്യ കുടുംബത്തിലാണോ? ഈ കുടുംബത്തിലെ ചോര തന്നെ ഇവളും. എന്നാര് പറഞ്ഞു? വിജയേട്ടന്റെ അച്ഛനും ഈ കൊച്ചിന്റെ അച്ഛമ്മയും ആങ്ങളുടെയും പെങ്ങളുടെയും മക്കളല്ലായിരുന്നോ? ബന്ധം ഉണ്ടായിരുന്നത് അവര് തമ്മിലാ. പിന്നെ താവഴി മാറി. ഗോവിന്ദൻകുട്ടി പനയ്ക്ക് വീട്ടിലെയാ, നമ്മള് പുത്തമ്പരക്കില്ലേ. ബന്ധക്കാരാ സ്വന്തക്കാരാന്നൊക്കെ ചുമ്മാ പറഞ്ഞാ മതിയോ? എന്നിട്ട് ഗോവിന്ദൻകുട്ടി ഇവിടെ വന്നപ്പോ അമ്മ വലിയ ലോഹ്യം കാണിച്ചതോ? വീട്ടിൽ കയറി വരുന്നവരോട് ഞാൻ അങ്ങനെയാ, എന്റെ അന്തസ് കാണിക്കും. പിന്നെ ഈ കുഞ്ഞിന്റെ അടുത്താണോ അമ്മയ്ക്ക് വാശിയും വിരോധവും? ഇതിനെ ഈ തറവാട്ടിലോട്ട് കെട്ടിയെടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു. നീ ഒറ്റ ഒരുത്തി ഇതിനെല്ലാം കാരണക്കാരി. ഞാൻ മാത്രമല്ല, അമ്മയുടെ മകനും കൂടി ചേർന്ന് കുഞ്ഞിനെ ദത്തെടുത്തത്. ആരുടെ കുറ്റം കൊണ്ടാണ് ദത്തെടുക്കേണ്ടി വന്നത്? എന്റെ മോന്റെ കുറ്റം കൊണ്ടാണോ? കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം 8. ഈ കാലത്തിനിടയ്ക്ക് 2 കുഞ്ഞുങ്ങളെങ്കിലും ഈ മുറ്റത്തൂടെ ഓടിക്കളിച്ച് നടക്കേണ്ടതാ. ഓ, നിന്നെ കൊണ്ട് അതിനെ സാധിച്ചില്ലല്ലോ. എന്നിട്ട് എങ്ങാണ്ടൂന്ന് ഒരെണ്ണത്തിനെ വിലക്ക് വാങ്ങിച്ചോണ്ട് വന്ന് തേനേ പാലേന്ന് വിളിച്ച് പുന്നാരിപ്പിച്ചോണ്ട് നടക്കുന്നു. നാണം കൊണ്ടോടി നിനക്ക്. എന്നെ അതിനൊന്നും കിട്ടത്തില്ല. അമ്മ പുന്നാരിക്കണ്ട. എന്റെ മോള് കിടന്ന് നില വിളിച്ചാ പോലും തിരിഞ്ഞു നോക്കണ്ട. പ്രശ്നം തീർന്നല്ലോ. എന്റെ മോളെ കുറച്ചിട്ട് കേട്ടാ തോന്നി ഇപ്പൊ പെറ്റിട്ടതേ ഉള്ളന്ന്. എന്തിനാ ഇവിടെ പറയുന്നേ? എന്റെ മോനെ പറഞ്ഞാ മതിയല്ലോ. എന്റെ മോളല്ലേ ജാനി മോള്? മോളുടെ അമ്മയല്ലേ ഞാൻ? അതെ. ഞാനേ എന്റെ മോളുടെ അടുത്തോട്ട് പോവുക. ആരോടെങ്കിലും പറഞ്ഞിട്ട് പോണല്ലോ എന്ന് കരുതിയാ ഇത്ര നേരം കാത്തിരുന്ന്. അല്ലെങ്കിൽ നീ ഇതിനെയും കൊണ്ട് ആശുപത്രിയിലോട്ട് എഴുന്നള്ളിയപ്പോഴേ പോയേനെ. അമ്മ എന്തിനാ ഇപ്പൊ ഇവിടുന്ന് പോന്നേ? ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? നിനക്ക് നിന്റെ കെട്ടിയോന് ഇപ്പൊ എന്റെ കാര്യങ്ങൾ നോക്കാൻ നേരെയില്ലല്ലോ. ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് വെച്ചോണ്ട് അതിനെ കൊഞ്ചിക്കാനും അതിന്റെ പുറകെ നടക്കാനും അല്ലേ നേരെ ഉള്ളൂ. ഞാനിവിടെ ചത്ത് കിടന്നാൽ ആരും തിരിഞ്ഞു നോക്കുക പോലും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. ചുമ്മാ ഇല്ലാ വചനം പറയരുതമ്മേ. അമ്മ ഇവിടെ ചത്ത് കിടന്ന് നോക്കിയോ? നിന്റെ മനസ്സിലിരിപ്പ് അതാന്ന് എനിക്കറിയാം. ഞാൻ എത്രയും പെട്ടെന്ന് ചത്ത് കിട്ടിയാൽ മതി. പിന്നെ ഈ വീടും പറമ്പ് നിനക്ക് കൈവശപ്പെടുത്താമല്ലോ. എടീ, എന്റെ മോന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഇത് കിട്ടുമെന്ന് നീ സ്വപ്നം പോലും കാണണ്ടടി. ഞാൻ എന്റെ പെമ്മക്കൾക്ക് കൊടുക്കും. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും കൊടുത്തോ, ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വകയൊക്കെ ജോലി ചെയ്തുണ്ടാക്കുന്നുണ്ട്. ഒരു വീടും പൊരയിടും. എടി, ഇതിന്റെ വില നീ അറിയാൻ പോകുന്നേ ഉള്ളൂ. പല വാടക വീട്ടിലും പോയി കിടക്കുമ്പോ നിനക്ക് മനസ്സിലാവും. ദേ, ഞാൻ പോവുക. നിന്റെ കെട്ടിയോൻ വരുമ്പോ പറഞ്ഞേക്കെ അമ്മ പോയെന്ന്. ആ ചെല്ല്. എന്നിട്ട് എല്ലായിടത്തും പറഞ്ഞോണ്ട് നടക്ക്. മരുമോള് വേണ്ടതുപോലെ നോക്കിയില്ല, കഞ്ഞി തന്നില്ല, കറി തന്നില്ല എന്നൊക്കെ. ഞങ്ങള് കാരണം വീട് വിട്ടിറങ്ങി പോവേണ്ടി വന്നതെന്നും കൂടി പറ. പറയൂടി, നിങ്ങൾ കാരണം തന്നെയാ ഈ കൊച്ചിനെ എന്ന് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നോ അന്ന് എന്റെ മനസമാധാനം പോയി. ഇനി നിങ്ങൾ ഇതിനെ തിരിച്ചു കൊടുക്കാതെ ഞാൻ ഈ വീട്ടിലോട്ട് കാലെടുത്ത് കുത്തില്ല. ഓർത്തോടി. ഒരു കുഞ്ഞും തള്ളേ.
ഓ ഓ ആ. എവിടെയാ മുള്ളു കൊണ്ടത്? കാണട്ടെ. അയ്യോടോ, എവിടെയാ? ഷോ, ഇതെങ്ങനെ പറ്റിയതാ? മുള്ളി ഇങ്ങോട്ട് വന്ന് മോളുടെ കൈക്കിട്ട് കുത്തിയോ അതോ മോൾ അങ്ങോട്ട് ചെന്ന് മുള്ളിനിട്ട് കുത്തിയോ? അപ്പൊ മോള് പറഞ്ഞില്ലേ മുള്ളിന്റെ അടുത്ത് കുത്തല്ലേ കുത്തല്ലേ എന്ന്? ആ, ഇനി സൂക്ഷിക്കണം കേട്ടോ. പിന്നെ മുള്ളിന്റെ സ്വഭാവം ഭയങ്കര മോശമല്ലേ, നമ്മൾ അതിന്റെ അടുത്ത് പോകാതിരുന്നാ മതി കേട്ടോ. അച്ഛന്റെ പൊന്നല്ലേ ജാനിക്കുട്ടി? അച്ഛനൊരു ഉമ്മതാ. ആ, എന്തടി? ഒന്നുമില്ല. നിന്റെ ഈ ഒന്നുമില്ല കേൾക്കുമ്പോഴേ അറിയാം എന്തോ ഉണ്ടെന്ന്. മോളെ കൈ കിട്ടുന്നത് വരെ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഇപ്പൊ കണ്ടാ തോന്നും വിജയേട്ടനെ എല്ലാത്തിനും മുൻകൈ എടുത്തേന്ന്. എല്ലാ ക്രെഡിറ്റും നീ എടുത്തോടി, മിച്ചം വല്ലതുണ്ടെങ്കിൽ എനിക്ക് തന്നാ മതി പോരെ. ഓഫീസ് വിട്ട പാതിരാത്രി വരെ പാർട്ടിയാ കൂട്ടാന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്ക് ഇപ്പൊ നേരത്തെ വീട്ടിൽ വരാറായല്ലോ. നീ ഫോൺ വിളിച്ച് പേടിപ്പിച്ചിട്ടല്ലേ മോളെ? പതുക്കെ പതുക്കെ. മോളുടെ കയ്യിൽ എന്തോ കടിച്ചു എന്നല്ലേ നീ പറഞ്ഞേ? പിന്നെ അത് തിരുത്തി പറഞ്ഞായിരുന്നല്ലോ. അമ്മ പിണങ്ങിപ്പോയല്ലോ വിജയേട്ടാ. ഇനിയിപ്പൊ പറഞ്ഞോണ്ട് നടക്കും എല്ലായിടത്തും. സ്വന്തം വീട് ഇവിടെ ഇട്ടിട്ട് വല്ലോടത്തും പോയി കിടക്കും അമ്മ. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരില്ലേ? അമ്മ ആരാ മോള്? വിജയേട്ടാ, ഞാനൊരു ലോങ് ലീവ് എടുത്താലോന്ന് ആലോചിക്കുക. എന്തിന്? ജാനിക്കുട്ടിയെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? ഞാനും വിജയേട്ടനും ജോലിക്ക് പോയി കഴിഞ്ഞ പിന്നെ ആരുണ്ട്? അമ്മ തിരിച്ചു വരൂടി. പിന്നെ അമ്മ നോക്കും. വല്ലവരുടെയും കുഞ്ഞിനെ നോക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞാ പിണങ്ങി പോയത്. നമുക്കൊരായ വെച്ചാലോ ശമ്പളത്തിന്? നമ്മുടെ ജാനിമോളെ ആയ നോക്കിയാ മതിയോ വിജയേട്ടാ? അതിനാണോ നമ്മൾ അവളെ അഡോപ്റ്റ് ചെയ്തത്? ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും മോൾക്ക് കിട്ടിയിട്ടില്ല. ഞാനത് കൊടുക്കണ്ടേ വിജയേട്ടാ? മോളെ അംഗൻവാടിക്ക് വിട്ടാലോ? 3 വയസ്സ് തികയട്ടെ, എന്നിട്ട് മതി. ആ, എത്ര നാളത്തേക്ക് ലീവ് എടുക്കാനാ നിന്റെ പ്ലാൻ? 1 വർഷം. 1 വർഷത്തേക്കോ? സാരമില്ല, നമ്മുടെ മോൾക്ക് വേണ്ടിയല്ലേ. അവൾക്ക് കിട്ടാതെ പോയ അമ്മയുടെ സ്നേഹം മുഴുവൻ ഞാൻ അവൾക്ക് കൊടുക്കും. അപ്പൊ ഞാനോ? വിജയേട്ടൻ ജോലിക്ക് പോകും, വൈകുന്നേരം എന്നെയും മോളെയും കാറ് കയറ്റി സിനിമയ്ക്ക് കൊണ്ടുപോകും, ഷോപ്പിങ്ങിന് കൊണ്ടുപോകും, ഐസ്ക്രീം പാർലറിൽ കൊണ്ടുപോകും. നമ്മൾ ബീച്ചിലും പാർക്കിലും ഒക്കെ മോളെയും കൊണ്ട് ചുറ്റി നടക്കും. അങ്ങനെ നമ്മൾ ശരിക്കും ജാനിക്കുട്ടിയുടെ അച്ഛനും അമ്മയായിട്ട് മാറും. ഒരു ലോങ് ലീവ് എടുക്കേണ്ട ആവശ്യമുണ്ടോ രത്നമ്മ ടീച്ചറിനിപ്പോ? നല്ലോണം ആലോചിച്ചിട്ട് പോരെ? ഞങ്ങൾ ഒരുപാട് ആലോചിച്ചു മാം. ഇതല്ലാതെ വേറൊരു മാർഗവും കണ്ടില്ല. അക്കാദമിക് ഇയർ തുടങ്ങിയിട്ടേ ഉള്ളൂ. ടീച്ചർ ലീവ് എടുത്തു പോയാ പകരക്കാരെ ഇനി കണ്ടുപിടിക്കണ്ടേ? അത് വേറൊരു തലവേദന. എംപ്ലോയ്മെന്റിൽ നിന്നൊക്കെ കിട്ടുമല്ലോ ടെമ്പററി ടീച്ചേഴ്സിനെ. വല്ലവരും വന്ന് എന്തെങ്കിലും പഠിപ്പിച്ചിട്ട് പോയാൽ മതിയോ രത്നമ്മ ടീച്ചറെ? ഒന്നാമതേ ഗവൺമെന്റ് സ്കൂളാ. സർക്കാർ സ്കൂളുകൾക്ക് നിലവാരം കുറവാണെന്ന് പറഞ്ഞ് എല്ലാവരും മക്കളെയും കൊണ്ട് പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ഓടുന്ന കാലവാ. ഇവിടാണെങ്കിൽ വിജയശതമാനം കുറവ്. അതിനിടയ്ക്ക് പഠിപ്പിക്കാൻ അറിയാവുന്ന ടീച്ചർമാര് ലോങ് ലീവ് എടുക്കുകയും കൂടി ചെയ്താ. ഞാൻ പറഞ്ഞല്ലോ, മോളെ നോക്കാൻ ആരുമില്ല. ഡേ കെയർ സെന്ററിലോ അംഗൻവാടിയിലോ അങ്ങനെ എവിടെയെങ്കിലും. അമ്മയുടെ സ്നേഹം കിട്ടാത്ത കുട്ടിയാ. അതിനെ വല്ലയിടത്തും ഏൽപ്പിച്ചിട്ട് പോയാൽ ശരിയാവോ? വയസ്സ് 3 ആയില്ലേ? ഇത്രയും കാലം അച്ഛൻ്റെ കൂടെയായിരുന്നു ആ കുട്ടി. ഇപ്പോ അച്ഛനുമില്ല അമ്മയില്ലാത്തൊരവസ്ഥയിൽ ആ കുട്ടി വല്ലാതെ സങ്കടപ്പെടും. ഒരു ജോലിക്കാരിയെ വെച്ചൂടെ? അതിനേക്കാൾ ഭേദം ഡേ കെയറിൽ വിടുന്നതാ. രത്നമ്മ ടീച്ചർ ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ.
അഡോപ്റ്റ് ചെയ്തൊരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഇങ്ങനെ ശമ്പളമില്ലാത്ത അവധിയെടുത്ത് വീട്ടിലിരിക്കുന്നത് വിഡിത്തമല്ലേന്ന്? ഇനി ആലോചിക്കാൻ ഒന്നുമില്ല മാം. ഓർക്കപ്പുറത്ത് ഞങ്ങൾക്കൊരു മോളെ ഈശ്വരൻ കൊണ്ട് തന്നതാ. അതിന് നേരാൻ വേണ്ട നോക്കിയില്ലെങ്കിൽ ദൈവനിഷേധായി പോവും. മാത്രല്ല ആ കുഞ്ഞിപ്പോ ഞങ്ങളുടെ ജീവനാ. അവൾക്ക് വേണ്ടി ഞാൻ ഈ ജോലി ഉപേക്ഷിക്കാൻ പോലും തയ്യാറാ. ശരി, രത്നമ്മ ടീച്ചറിന്റെ ഇഷ്ടം പോലെ ചെയ്യാ. അച്ചോ, ഇതും കൂടി. മതി അമ്മേ. എന്റെ മോൾക്ക് വലിയ ആളാവണ്ടേ, മേടിക്ക് കുട്ടിയാവണ്ടേ. ആ എന്നാ ഇതും കൂടി കഴിക്ക്. ആ ആ ഇത്രയും മതി, ഇത് തന്നെ കൂടുതലാ. ഒരു 5 രൂപയും കൂടെ താ. പിന്നെ 5 രൂപ? ഞാൻ എപ്പോഴും ഇവിടെ വന്ന് പോകുന്നതാ, എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. ഇനി വേണ്ട അമ്മേ, മതി. അമ്മയെന്താ ഒറ്റയ്ക്ക്? അകമ്പടിക്ക് ആരും ഇല്ലേ? എനിക്കെന്താ ഒറ്റയ്ക്ക് വന്നൂടെ? ഞാൻ ആദ്യമായിട്ടല്ലല്ലോ ഒറ്റയ്ക്ക് വരുന്നത്. ഓ, ഞാൻ ചുമ്മാ കുശലം ചോദിച്ചെന്നേ ഉള്ളൂ. അമ്മയ്ക്ക് എങ്ങനെ വേണേലും വരാം. ആഹാ, അമ്മ എപ്പോ വന്നു? അച്ഛാ, ഓ, അച്ഛൻ പോയിട്ട് വരട്ടെ ജാനിമോളെ. അച്ഛൻ എവിടെ പോവാച്ചാ? ഓഫീസില്. ഓഫീസിലോ? ആ, അത് തന്നെ. അതെവിടെയാ? അത് കൊറേ ദൂരെയാ. ചക്കരേ, അവിടെ. ഞാനും വരട്ടെ അച്ഛാ. മോളെ അച്ഛനൊരു ദിവസം കൊണ്ടുപോവാ കേട്ടോ. ഇന്നാണോ ഒരു ദിവസം? ഇന്നല്ല, വേറൊരു ദിവസം. വേറൊരു ദിവസം? നാളെയാണോ? നാളെയല്ല, ഇന്നലെയാണോ അച്ഛാ? എന്റെ ചാനിക്കുട്ടി, നിന്നെ കൊണ്ട് തോറ്റു വച്ച. അച്ഛൻ തോറ്റോ? ഓ, പിന്നല്ലാതെ. അമ്മേ, അച്ഛൻ തോറ്റുപോയി. അച്ഛൻ എപ്പോഴേ തോറ്റു. അയ്യേ. ഇനി അച്ഛനൊരു ഉമ്മതാ. അച്ഛൻ പോട്ടെ. ഓ, എന്റെ ചക്കര കുട്ടി. അച്ഛൻ പോയിട്ട് വരട്ടെ. അച്ഛൻ പോയിട്ട് വേഗം വരാം കേട്ടോ. അമ്മ അമ്മ ഇങ്ങനെ പുറത്ത് വെക്കാതെ അകത്തോട്ട് കയറുക. ഇവിടത്തെ അംഗം തീരട്ടെ. അങ്കോ? ഇതെന്താ പുത്തൂരം വീടാണോ? അംഗം കുറിക്കാനും കച്ച മുറുക്കാനൊക്കെ. ഇതുവരെ കാണാത്ത കാഴ്ചകളൊക്കെയാണല്ലോ കാണുന്നേ. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ആ, ഞാൻ പോയിട്ട് വരാം. മോളു, ടാറ്റ എന്നേ. ടാറ്റാ. ആ, ടാറ്റ ടാറ്റ ടാറ്റ. എന്തോന്നാടി ഇതൊക്കെ? ഏതൊക്കെ? വന്നപ്പോ മുതൽ ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ ഓരോ കോലം കെട്ടല്. ആരാന്റെ കൊച്ചിനെ എടുത്തു വെച്ചോണ്ട് അച്ഛനും അമ്മയും കളിക്കുന്നു. നാണം കെട്ട നിങ്ങള്. എടീ, ഇതൊക്കെ 4-5 വയസ്സ് വരെ കളിക്കുന്ന കുട്ടിക്കളികളാ. അന്ന് എനിക്ക് കളിച്ച് കൊതി തീർന്നില്ലായിരുന്നു. തന്നെത്താൻ വാരി തിന്നാൻ പ്രായമായ കൊച്ചിനെ എടുത്ത് മടി വെച്ച് വാരി കൊടുക്കുന്നു, കൊഞ്ചിക്കുന്നു, കൊഞ്ചുന്നു. ഓ, എന്തൊക്കെ കാണണം ഞാൻ. അമ്മയ്ക്ക് ഇതൊന്നും കാണാൻ ഇഷ്ടമില്ലെങ്കിൽ അങ്ങ് കരുനാഗപ്പള്ളിയിൽ ഇരുന്നാ പോരായിരുന്നോ? എന്തിനാ ഇങ്ങോട്ട് പോന്നേ? നോക്കണേ, പെറ്റ തള്ളെ പോലും വേണ്ടെന്നായോ? എടി രത്നമ്മേ, നിനക്ക് സ്കൂളിൽ പോകണ്ടേടി? ഞാൻ സ്കൂളിൽ പോയ ജാനിമോളെ നോക്കാൻ ആരുണ്ട്? വസുമതി ഇല്ലേ ഇവിടെ? അമ്മ പോയി. എങ്ങോട്ട് പോയി? ആ, ആർക്കറിയാം. അമ്മയുടെ പെൺമക്കളുടെ അടുത്തേക്കായിരിക്കും. അതെന്താ, നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയത്? പിണങ്ങിപ്പോയതാണോടി? ഞങ്ങള് ജാനിമോളെ ദത്തെടുത്തത് അമ്മയ്ക്ക് പിടിച്ചില്ല. ആർക്കാടി ഇഷ്ടപ്പെടുന്നത്?
ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ ചെയ്തെന്ന് നന്നായി എന്ന് പറയാൻ? ആരും വേണ്ട. ഇങ്ങോട്ട് വന്ന് ആരും ഉപദ്രവിക്കാതിരുന്നാ മതി. ഹ, നീ എത്ര നാൾ ലീവ് എടുത്തോണ്ട് ഇതിനെ നോക്കും രത്നമ്മേ? ഞാനൊരു ലോങ് ലീവ് എടുത്തു. എത്ര നാളത്തേക്ക്? 1 വർഷത്തേക്ക്. 1 വർഷമോ? ശമ്പളമില്ലാതെ? ജോലി ചെയ്ത ശമ്പളം കിട്ടുമോ? നിനക്ക് പ്രാന്തുണ്ടോ പെണ്ണെ? 1 വർഷം എന്ന് പറയുമ്പോ രൂപ എത്രയാ? വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ. അമ്മ ഇവിടെ വന്ന് നിന്ന് നോക്കൂ കുഞ്ഞിനെ. പിന്നെ എനിക്ക് തലയ്ക്ക് വട്ടല്ലേ എങ്ങാണ്ടൊന്ന് പെറുക്കി എടുത്തോണ്ടെന്ന് കുഞ്ഞിനെ നോക്കാൻ? പറ്റില്ലല്ലോ. അപ്പം മിണ്ടാതിരിക്കെ. ഇതൊക്കെ കണ്ട എങ്ങനെ മിണ്ടാതിരിക്കൂടി? നീ ഇത് എന്ത് ഭാവിച്ചാ? ഒരു വേലക്കാരിയെ വെച്ചാ പോരെ ഇതിനെ നോക്കണമെങ്കിൽ? വേലക്കാരി നോക്കിയാൽ ശരിയാവില്ല. എന്റെ മോൾക്ക് വേലക്കാരിയുടെ സ്നേഹം അല്ല, ഒരമ്മയുടെ സ്നേഹ വേണ്ടത്. അപ്പൊ 1 കൊല്ലം കഴിഞ്ഞാലോ? ഇവിടെ ചത്തുപോയ അമ്മ തിരിച്ചു വരുമോ? ഒരു വർഷം കഴിയുമ്പോ ഇവിടെ LKG ചേർക്കും. എടി രത്നമ്മേ, ഞാനും 4-5 മക്കളെ പെറ്റു വളർത്തിയോളാം. 10 മാസം ചുമന്ന് പ്രസവിച്ച ഞങ്ങൾക്കില്ലാത്തത്ര സ്നേഹവും വാത്സല്യവും എന്തിനാണ് നിനക്ക് ആരാന്റെ കൊച്ചിനോട്? ആരാന്റെ അല്ല, ഞങ്ങളുടെയാ. എന്റെയും വിജയേട്ടന്റെ. അമ്മയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, പക്ഷെ ഉപദ്രവിക്കരുത്. സാറേ, ഇതെന്താടോ? സാറേ, പോക്കുവരവിനുള്ള അപേക്ഷയാ. ഇപ്പൊ സമയം എത്രയെന്ന് തനിക്കറിയോ? 5 മണി വരെ ഇല്ലേ സാർ ഓഫീസ്? 5 മണിയാവാൻ എത്ര മിനിറ്റ് ഉണ്ട്? സാറേ, നാളെ ഞാൻ അപേക്ഷയും കൊണ്ട് വരണ്ടേ? വരണം. വില്ലേജ് ഓഫീസ് ആവുമ്പോൾ അങ്ങനെയാ. കാര്യം നടക്കണമെങ്കിൽ പലതവണ കയറി ഇറങ്ങേണ്ടി വരും. സാർ ഈ അപേക്ഷയൊന്ന് വാങ്ങിച്ചു വെച്ചാൽ മതി. ഇയാളെ കൊണ്ട് തോറ്റല്ലോ. ഇങ്ങതാ. സാറേ, ഞാൻ എന്നാ വരേണ്ടത്? താൻ നാളെ ഒരു 10 മണിയാകുമ്പോൾ വാ. എല്ലാം ശരിയാക്കി വെച്ചേക്കാം. സാറേ, ഏകദേശം എത്ര ദിവസം വേണ്ടി വരും? തൻ്റെ അപേക്ഷ വാങ്ങിച്ചോണ്ടാണല്ലോ ഈ കുഴപ്പം. സാറേ, അടുത്ത ആഴ്ച വരട്ടെ. താനേ അടുത്ത ആഴ്ച വരുമ്പോൾ ഞാൻ പറയാം എന്ന് വരണമെന്ന്. എടോ, ഇത് വില്ലേജ് ഓഫീസാ, മീൻ മാർക്കറ്റൊന്നുമല്ല ഓടിച്ചെന്ന് പൈസയും കൊടുത്ത സാധനം വാങ്ങിക്കാൻ. സാറേ, എന്തു വേണമെന്ന് പറഞ്ഞാൽ മതി, വേണ്ട പോലെ ചെയ്തോളാം. എടോ, അതാ തന്നോട് പറഞ്ഞ അടുത്ത ആഴ്ച വരാൻ. ശരി സാറേ. ഓ, എവിടെ നിന്ന് വരണത്? ബാറടയ്ക്കാൻ നേരത്ത് നിൽപ്പനടിക്കാൻ വരുന്ന ഓർമ്മയില്ല വില്ലേജ് ഓഫീസിലേക്ക് കയറി വരുന്നത്. അതും വിജയ് സാർ എല്ലാം പൂട്ടിക്കിട്ടി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ. അല്ല പിന്നെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇന്നാണ് കോൺട്രാക്ടർ സുരേഷിന്റെ പാർട്ടി. വിജയൻ സാർ മറന്നോ? ഓ, അത് ശരിയാണല്ലോ. വിജയൻ സാറിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ വീട്ടിലേക്ക് പോവാം. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? മണി 4:45 ആകുന്നേ ഉള്ളൂ. സാർ 5 മണിക്ക് മുമ്പ് വീട്ടിൽ ചെല്ലും. ഭാര്യയുടെ അടുത്ത് എത്ര നേരാ? ബോറടിക്കത്തില്ലേ? ബോറടി ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ലടോ. ഞങ്ങളുടെ മോളുണ്ടല്ലോ, ജാനിക്കുട്ടി, ഭയങ്കര കുസൃതിയാ. അവളുടെ കൂടെ ഇരുന്ന നേരം പോണറിയില്ല, അത്ര രസ. എന്നാലും കോൺട്രാക്ടറുടെ പാർട്ടിക്കാലും രസമുണ്ടോ? ഇത്തവണ സ്കോച്ചും ഉണ്ടെന്നാ പറഞ്ഞത്. അതിനേക്കാളൊക്കെ രസമുണ്ടോ. എൻ്റെ മോളുടെ ആ ചിരി കണ്ടാൽ മതിയല്ലോ. അവള് അച്ഛാന്ന് വിളിക്കുന്ന ആ വിളിയുണ്ടല്ലോ. ഞാൻ പോട്ടെ. സുരേഷിനോട് പറഞ്ഞാൽ മതി, ഞാൻ വേറൊരു ദിവസം കൂടിക്കോളാന്ന്. ശരി ശരി, ഞങ്ങൾക്കൊക്കെ മക്കളുണ്ടേ. അതുപോലെയല്ലല്ലോ പ്രഭാകരൻ സാറേ എൻ്റെ കഥ. കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്നപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടിയതല്ലേ. ദത്തെടുത്താണെങ്കിലും അവളിപ്പോൾ ഞങ്ങളുടെ മോളാ. ചെല്ല് ചെല്ല്. 5 മണി വരെ ആഫീസിലിരിക്കാൻ പോലുള്ള ക്ഷമയില്ലല്ലോ വിജയ സാറിന്. ഓ, 15 മിനിറ്റും കൂടിയല്ലേ ഉള്ളൂ. മിക്ക ദിവസങ്ങളിൽ അരമണിക്കൂറാ. ഇന്നെന്താണാവോ വൈകിയത്? വേണു സാറേ വേണ്ട. സാർ ഉച്ച കഴിഞ്ഞ് എത്ര തവണ മുങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആരും കണക്കൊന്നും പറയണ്ട. ആ, നിങ്ങൾ പോണെങ്കിൽ പോ, ചുമ്മാ ചൊറിഞ്ഞുകൊണ്ടിരിക്കാതെ. ഓ ശരി.
ജാനിക്കുട്ടിയേ. ആ. വാ, വാ. ആ. ചക്കരെ അച്ഛനൊരു ഉമ്മന്നേൻ. ആ അച്ഛൻ എന്തൊക്കെയാ വാങ്ങിക്കൊണ്ട് വന്നേക്കണെന്ന് മോള് കണ്ടോ? എന്താ അച്ഛാ? എന്തോ ഒരു ചോക്ലേറ്റാ എന്റെ മോൾക്ക് അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്നേക്കണെന്ന് കണ്ടോ? ഇഷ്ടമായോ മോക്ക്? ആ ഇഷ്ടായി. ആ അച്ഛൻ ചായ വേണ്ടേ? പിന്നെ വേണ്ടേന്നോ? വേണം. ഞാൻ അമ്മയടുത്ത് ഓ പറയട്ടോ. ഓ ഓ